Dear students, which of the following is not a side effect of opioids? Options: mydriasis, euphoria, constipation, bradycardia. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂമോണിക്സ് പറയുകയാണ്. ഒരുപാട് സൈഡ് എഫക്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പല പരീക്ഷയ്ക്ക് പല രീതിയിൽ ചോദിക്കാറുണ്ട്. സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ അഡ്വേഴ്സ് റിയാക്ഷൻ എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് ഓർക്കേണ്ടത് ഒരു ന്യൂമോണിക്സ് ആണ്. ബാഡ് അമേരിക്കൻസ് എന്ന് പറയുന്ന ആ ഒരു ന്യൂമോണിക്സ് വെച്ച് എല്ലാം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ബി മീൻസ് ബ്രാഡികാർഡിയ ആൻഡ് ഹൈപ്പോട്ടൻഷൻ ആണ്. എ മീൻസ് അനോറക്സിയ ആണ്. ഡി മീൻസ് ഡ്രൈ മൗത്ത് ആണ്. എ മീൻസ് ഓൾ ബോഡി ഇച്ചിങ് ആണ്. ദെൻ എം മീൻസ് മയോസിസ് ആണ്. മയോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ചുരുങ്ങിയാണ്. ഇവിടെ മിഡ്രിയാറ്റിക്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. മിഡ്രിയാസിസ് എന്ന് പറയുന്നതാണ് ശരിയായ ഓപ്ഷനായിട്ട് വരേണ്ടിയിരുന്നത്. അപ്പോൾ മിഡ്രിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ ഡയലേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ ഓപ്ഷനാണ് റൈറ്റ് ആൻസർ ആയിട്ട് ഇതിനകത്ത് വരുന്നത്. കാരണം ഒപ്പിയോയിഡ്സിൻ്റെ കേസിൽ മയോസിസ് ആണ് പ്രതീക്ഷിക്കുന്നത്. ദെൻ യൂഫോറിയ, ഇ മീൻസ് യൂഫോറിയ, ആർ മീൻസ് റെസ്പിറേറ്ററി ഡിപ്രഷൻ, ഐ മീൻസ് ഇൻക്രീസ്ഡ് സ്മൂത്ത് മസിൽ ആക്ടിവിറ്റി. അതിൻ്റെ ഫലങ്ങൾ പലതരത്തിലുള്ള അനന്തരഫലങ്ങൾ വരാം. ഒന്ന്, സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ബിലിയറി ട്രാക്ക് കൺസ്ട്രിക്ഷൻ ഉണ്ടാകാം, അബ്ഡോൾ പെയിൻ ഉണ്ടാകാം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. ദെൻ കോൺസ്റ്റിപ്പേഷൻ, സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ആണ്. അതും അതിൻ്റെ അനന്തരഫലമായിട്ട് വരുന്നതാണ്. എ മീൻസ് അലിവിയേറ്റ് കഫ് റിഫ്ലക്സ്. അതുകൊണ്ടാണ് കൊടൈൻ പോലുള്ള സംഭവങ്ങൾ കഫ് കുറയുന്നതിന് വേണ്ടി കൊടുക്കുന്നത്. എൻ മീൻസ് നോസിയ ആൻഡ് വോമിറ്റിംഗ്. എസ് മീൻസ് സെഡേഷൻ. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വലിയ ന്യൂമോണിക്സ് വെച്ച് എല്ലാവരും ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക.